നാലാമത്തേത് മരണപ്പെട്ടുപോയ ആളുകൾക്കുള്ള ഒരു ഹദിയയായി നമുക്ക് ഈ സൂറത്ത് ഓതി കേൾപ്പിക്കാമെന്നാണ്. നമ്മുടെ വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, അങ്ങനെ ആരെങ്കിലൊക്കെ മരണപ്പെട്ടു അവർക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതാറുണ്ട്, അതുപോലെ ഖത്മുൽ ഖുർആൻ ഓതാറുണ്ട്, ഫാത്തിഹ ഓതാറുണ്ട്. അതോടൊപ്പം തന്നെ സൂറത്തുൽ മുസ്സമ്മിൽ ഓതിയിട്ട് അല്ലാഹുവേ ഞാൻ ഓതിയ സൂറത്തുൽ മുസ്സമ്മിലിന്റെ പ്രതിഫലം എന്റെ മരണപ്പെട്ടുപോയ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ മക്കള്, സഹോദരി, സഹോദരന്മാരെ അവർക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ ദ്വാരന്നാൽ അവർക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും ഖബറിലേക്ക്. ഓതിയ നമുക്കുമുണ്ട് കൂലി, അത് ഓതപ്പെട്ട അവർക്കുമുണ്ട് കൂലി. അഞ്ചാമത്തേത് ഈ സൂറത്തുൽ മുസ്സമ്മിൽ ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഓതുക, എന്നിട്ട് 11 പ്രാവശ്യം ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ എന്ന് 11 വട്ടം ഒരാൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല അവൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ദുആ ചെയ്തത് ആ കാര്യം അല്ലാഹു വേഗത്തിൽ ഖൈറായ നിലയിൽ നടത്തി തരുന്നതാണെന്ന് പോലും നമുക്ക് ഉലമാക്കൾ ഇതിന്റെ ഈ സൂറത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കുന്നുണ്ട്.